രുചികരമായ ചിക്കൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ വറുത്ത് കോരി മാറ്റിവെക്കുക. ഇനി അതേ വെളിച്ചെണ്ണ തന്നെ ഒരു ഉരുളിയിലേക്ക് മാറ്റിയതിന് ശേഷം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് 2 കിലോ സബോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കുക. അതിലേക്ക് 150 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം ഇഞ്ചി എന്നിവ ചതച്ചത് ചേർക്കുക. അതിലേക്ക് 1/2 കിലോ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ട്ടാ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് അത്രയും വീഡിയോകൾ ഇടാനായിട്ട് പ്രചോദനം. പിന്നെ നമ്മൾ അതിലേക്ക് 7 പച്ചമുളക് നടുകെ കീറിയതും 3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമ്മളത് ഇളക്കണം. എന്നിട്ട് അതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് കളറാവുന്നത് വരെ നമ്മളത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നാലാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും അതെല്ലാം അതിൽ മസാല എല്ലാം പിടിച്ച് കിട്ടുള്ളൂ. ഇനി നമുക്കത് കഴിഞ്ഞ് മസാലകൾ ഇടാം. അതിനുവേണ്ടി 6 ടേബിൾ സ്പൂൺ മുളക് പൊടി, 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിൽ വീഡിയോയിലൊരു സംഭവം മിസ്സായിട്ടുണ്ട്. അത് 1 സ്പൂൺ ഗരം മസാല പൊടിയാണ് കേട്ടോ. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം അല്പം വെള്ളം കൂടി ചേർത്ത് മസാലകളെല്ലാം വഴറ്റിയെടുക്കുക. അതൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ അതിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് കുറച്ച് നേരം അത് മൂടി വെച്ച് അതിലേക്ക് ആ ചിക്കനിലേക്ക് ആ ഗ്രേവിയെല്ലാം മസാലയെല്ലാം പിടിച്ച് സെറ്റാവണ വരെ നമ്മളത് മൂടി വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറക്കുമ്പോൾ ഒരു മണം വരും. അപ്പോൾ തന്നെ നാവിൽ വെള്ളം വരും. അതിന് ശേഷം നമ്മൾ ഒരു പിടി മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർക്കുക. രുചികരമായ ചിക്കൻ റോസ്റ്റ് റെഡി.